പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതവും ശാന്തസുന്ദരവുമാകുന്ന ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് അധികാലത്തെ ദൈവവചനം കേൾക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിത്തന്ന ഈ നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ദൈവവചനം കേൾക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന ഈ ഭാഗ്യം അതൊട്ടും ചെറുതല്ല എന്നും ഈ ദൈവവചനം നിങ്ങളെ അറിയിക്കാൻ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഭാഗ്യം അതും ഒട്ടും ചെറുതല്ല എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല കർത്താവിനെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ, ആരാധനയോടെ, സ്തുതിയോടെ ഞാൻ എൻ്റെ കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെയാണോ ഈ പ്രഭാതത്തിലായിരിക്കുന്നത്? നിങ്ങൾ പ്രതീക്ഷയോടെയാണോ ഈ പ്രഭാതത്തിലായിരിക്കുന്നത്? എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഒരിക്കലും വായിക്കുന്ന വേദഭാഗം ഏതാണ് എന്ന് കേട്ടിട്ട് ഒരു ദിവസത്തെ പ്രസംഗത്തെ നാം വിലയിരുത്തരുത്. വായിക്കാൻ പോകുന്ന റെഫറൻസ് ഏതാണ് എന്ന് കേട്ടിട്ട് ഒരിക്കലും ഒരു ദിവസത്തെ ദൈവശബ്ദത്തെ പ്രെഡിക്റ്റ് ചെയ്യരുത്. ഒരുപക്ഷെ കർത്താവിന് ഈ മെസ്സേജിന്റെ മധ്യത്തിലായിരിക്കും നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ ഈ മെസ്സേജിന്റെ ഏറ്റവും അവസാന ഭാഗത്തായിരിക്കും നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ ഇതിന് രണ്ടിനും ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും. എവിടെ ഒരുക്കമുള്ള ഒരു ജനം ഇരിക്കുന്നുവോ അതിൻ്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. നമ്മൾ ഇങ്ങനെ വായിച്ചിട്ടില്ലേ സുവിശേഷങ്ങളിൽ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. എൻ്റെ നാമത്തിലായിരിക്കുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. പക്ഷെ സമയം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, സമയം പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പ്രഭാതത്തിൽ സുഹൃത്തെ, നിന്നെ ദൈവം തൊടുന്ന സമയം നിനക്കറിയാവോ? നിന്നെ ദൈവം സ്പർശിക്കാൻ പോകുന്ന സമയം നിനക്ക് പ്രവചിക്കാൻ കഴിയുമോ? ദൈവം ഇന്ന് നിന്നോട് സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വചനം ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇല്ല എന്നാണ് നിങ്ങളുടെ എല്ലാവരുടെയും മറുപടി എന്ന് ഞാൻ അറിയുന്നു. ഊഹിക്കാം, പക്ഷേ അതാകണമെന്നില്ല. ജീവിതം ഒരു ഭയങ്കര അതിശയമായ കാര്യമാണ്, അത്ഭുതകരമായ കാര്യമാണ്. അതെ, ഇന്ന് വളരെ പ്രതീക്ഷയോടെ നിങ്ങളായിരിക്കുക. അത്രത്തോളം ദൈവസാന്നിധ്യം ഈ പ്രഭാതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. വിശ്വസിക്കുന്നവരെ ആമേൻ പറയാമോ? വിശ്വസിക്കുന്നവരെ ആമേൻ പറയാമോ? ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 8-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവെഴുത്തിൽ ശ്രദ്ധേയമായൊരു ഭാഗം കാണാം. വളരെ പ്രതീക്ഷകളുള്ള ഒരു കാര്യം, എന്നാൽ ആ പ്രതീക്ഷകളിൽ നിന്നല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യം. ഒന്നും കൂടെ, വളരെ പ്രതീക്ഷകളുള്ളൊരു കാര്യം, എന്നാൽ ആ പ്രതീക്ഷകളിൽ നിന്നല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വചനം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനം. ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? ഞാൻ വചനം ഒന്നുകൂടെ വായിക്കട്ടെ. ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? പ്രതീക്ഷകൾ ഗിലെയാദിലെ തൈലമാണ്, പ്രതീക്ഷകൾ വൈദ്യനിലാണ്. പക്ഷേ യിരെമ്യാവ് സാക്ഷ്യപ്പെടുത്തുന്നു, ഇസ്രായേലിൻ ജനത്തിൻ പുത്രിക്ക്, പ്രതീക്ഷകളോടെ പോയ പുത്രിക്ക് അവിടെ രോഗശമനമില്ല. അതവിടെ വൈദ്യനില്ലാത്തോണ്ടല്ല, അതവിടെ മരുന്ന് തീർന്നത് കൊണ്ടല്ല, അവിടെ രോഗശമനമില്ലാത്ത ഒരു കൂട്ടർ ഇപ്പോഴും ഉണ്ട്. പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണോ?
ദൈവദാസന്മാരെ കാണാത്തോണ്ടാണോ? മാറി 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 ദൈവദാസന്മാരെ വിളിക്കാത്തത് കൊണ്ടാണോ? പ്രാർത്ഥന വെക്കാത്തത് കൊണ്ടാണോ? ഉപവസിക്കാത്തത് കൊണ്ടാണോ എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനമില്ലാതിരിക്കുന്നത്? എന്ത് ചിന്തിക്കണ്ടേ സുഹൃത്തെ, ചിന്തിക്കണ്ടേ? ഇങ്ങനൊക്കെ അങ്ങ് പോയാ മതിയോ? അപ്പൊ ഇതിന്റെ പിന്നിൽ മരുന്ന് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, വൈദ്യനൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഇതിന്റെ പുറകിലേക്കൊന്ന് ഇറങ്ങി ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളെല്ലാവരും ഏറ്റുപറയുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ ഗിലെയാദിലെ തൈലം. ഞാനും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഞാനും പറയാറുണ്ടായിരുന്നു. വെള്ളം പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കും, എണ്ണ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കും, രോഗിക്ക് പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കും. എന്നാൽ ഗിലെയാദിനെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഗിലെയാദിലെ സുഗന്ധ തൈലത്തെക്കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. തെറ്റുകൾ തിരുത്താനുള്ള അവസരം ദൈവം മനുഷ്യർക്കാണ് തന്നിട്ടുള്ളത്. തെറ്റുകൾ തിരുത്താൻ മനസ്സുള്ളവനെ ദൈവത്തിന് ഇഷ്ടമാണ്. പഠിക്കാൻ മനസ്സുള്ളവനെ ദൈവത്തിന് ഇഷ്ടമാണ്. മാനസാന്തരപ്പെടാൻ മനസ്സുള്ളവനെ ദൈവത്തിന് ഇഷ്ടമാണ്. ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ, അവിടെ വൈദ്യനില്ലയോ, എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നത് എന്ത് എന്ന ഈ ഭാഗം, ഗിലെയാദ് എവിടെയാണ് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഈ സുഗന്ധ തൈലത്തിന്റെ വിശേഷത എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം നമുക്ക് പിടികിട്ടും കാര്യം. ഈ ഗിലെയാദിനെ കുറിച്ച് സുവിശേഷങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. ഗ്ലോറി ടു ജീസസ്. ഗിലെയാദ് യോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്തായി മലനിരകളുള്ള ഒരു പട്ടണമായിരുന്നു. ഗിലെയാദിന്റെ പഴയ പേര് ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 21-47 ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്നർത്ഥമുള്ള യഗർ സഹദൂത എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. യഗർ സഹദൂത. ഈ ഗിലെയാദിൽ നിന്നാണ് ഇശ്മായേല്യ കൂട്ടങ്ങൾ ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ സാമ്പ്രാണിയും സുഗന്ധപ്പശയും സന്നിനായകവും ഒക്കെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഗിലെയാദ് എന്ന് പറയുന്നത് ഒരു അമോര്യ ദേശമായിരുന്നു. നമ്മൾ ഇവരുടെ യുദ്ധങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പഴയ നിയമത്തിൽ. ഹല്ലേലൂയ. ഇസ്രായേലിന് ന്യായാധിപന്മാരായിരുന്ന യാഹീർ, യിഫ്താഹ് തുടങ്ങിയവർ ഈ ദേശക്കാരായിരുന്നു, ഈ അമോര്യ ദേശക്കാരായിരുന്നു. ഇനി ഈ ഗിലെയാദിന്റെ സുഗന്ധ തൈലം ഇത് ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെ ഈ ഗിലെയാദിലെ മലഞ്ചെരുവുകളിൽ ഇടതൂർന്നു വളർന്ന നിത്യഹരിത സസ്യങ്ങൾ ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്ന ഒരു തരം ഔഷധ കൂട്ടാണ് ഈ തൈലമെന്നും. ഗിലെയാദിലെ മെസ്റ്റിക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വൃക്ഷങ്ങളുടെ തൊലിയിൽ പോറലുണ്ടാക്കി അല്ലെങ്കിൽ മുറിവുണ്ടാക്കി ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിലൂടെ ഊറി വരുന്ന പശയുള്ള കറകൾ ശേഖരിച്ചെടുക്കുന്ന ഒരു പ്രത്യേക തൈലമാണിതെന്നും ഈജിപ്തുകാർ ഇത് രോഗീ ലേപനമായി ഉപയോഗിച്ചിരുന്നു എന്നും ഇതിന് വളരെ വിലപിടിപ്പുണ്ടായിരുന്നു എന്നും സുഗന്ധമുള്ള പ്രസിദ്ധി ആർജിച്ച പെർഫ്യൂം ലഭിക്കുന്ന ഒരു സ്ഥലമാണിതെന്നും ചരിത്ര പുസ്തകങ്ങൾ പരതുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഗ്ലോറി ടു ജീസസ്. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ, വളരെ വിലപിടിപ്പുള്ള വളരെ ഭംഗിയുള്ള സസ്യങ്ങൾ, നിത്യഹരിത സസ്യങ്ങൾ ഇടതൂർന്ന് വളരുന്ന, ഇടിച്ചു പിടിഞ്ഞെടുക്കുന്ന എന്നൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു. ഇതിനകത്തെല്ലാം ഒരു ആകർഷണം ഉണ്ടല്ലേ? ഇതിനകത്തെല്ലാം ഒരു, ഞാൻ ഈ സുഗന്ധമുള്ള മണമുള്ള നിത്യഹരിത എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ കുറെ പച്ചപ്പ് നമ്മുടെ തലക്കകത്തൂടെ കടന്നുപോയി. പ്രത്യേക ഒരു വാസന നമ്മുടെ മൂക്കിലേക്ക് വന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് നമ്മൾ മറ്റേതോ രാജ്യത്തിൽ, ചിലപ്പോൾ ചിലരൊക്കെ ഈജിപ്റ്റ് തന്നെ എത്തി. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എത്തും പ്രിയപ്പെട്ടവരെ. കാരണം അങ്ങനെ വന്നില്ലെങ്കിൽ
മനുഷ്യനല്ലെന്നുള്ളതാണ്. മനുഷ്യർക്കാണ് കേൾക്കുന്ന വാക്കുകൾ ഇമേജിംഗ് രൂപത്തിലാക്കാനുള്ള കഴിവുള്ളത്. പക്ഷേ നമ്മൾ പോയതുപോലെ ഒരു കൂട്ടർ ഈ സ്ഥലത്ത് പോയി, നമ്മൾ എത്തിയതുപോലെ ഒരു കൂട്ടർ ഈ സ്ഥലത്ത് ലോക്കായി, നമ്മൾ ആകർഷിക്കപ്പെട്ടതുപോലെ ഒരു കൂട്ടർ ഈ നിത്യഹരിത സസ്യങ്ങൾ, പച്ചപ്പ്, മിസ്റ്റിക്, പെർഫ്യൂം ഈ സ്ഥലത്ത് ആകർഷിക്കപ്പെട്ടു. വാഗ്ദത്തം കേട്ട് പോയവൻ വഴിയിൽ കുടുങ്ങി എന്ന് പറയുന്നത് പോലെ, വാഗ്ദത്തം കേട്ട് പോയവൻ ചിലടത്ത് ഒട്ടിപ്പോയി എന്ന് പറയുന്നത് പോലെ, ചിലർ, വളരെ കുറച്ചു ചിലർ ഇവിടെ ലോക്കായിപ്പോയി. ഈ വാഗ്ദത്തം കേട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ദൈവശബ്ദം കേട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, വഴിയാത്രയിൽ ചിലപ്പോ ഈ ഇടതൂർന്ന് നിൽക്കുന്ന നിത്യഹരിത സസ്യങ്ങളും മൂക്കു തുളയ്ക്കുന്ന മണമുള്ള സുഗന്ധങ്ങളും ഒന്നും കാണണം, കണ്ടുകൊള്ളണമെന്നൊന്നും ഇല്ല. വാഗ്ദത്തം തമ്പുരാൻ നിന്നോട് പറയുമ്പോ അത് നീ അറിയുന്നത് അതിന്റെ എൻഡ് പോയിന്റിലായിരിക്കും, എൻഡ് ടൈമിലായിരിക്കും. അതായത് ആ വാഗ്ദത്തത്തിന്റെ എൻഡ് ടൈം, അതിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു എൻഡ് ടൈം. ഞാൻ അതാ തുടക്കത്തിൽ പറഞ്ഞത്. ഇന്നെടുക്കുന്ന വചനം മത്തായി എഴുതിയ സുവിശേഷം, ദേ പോയി. മത്തായി എഴുതിയ സുവിശേഷം റെഫറൻസ് പോലും കേൾക്കുന്നതിന് മുമ്പ് ആള് പോയി. ഓ സുവിശേഷങ്ങളിൽ നിന്ന് നമ്മുടെ ഈ മനോഭാവങ്ങൾക്ക് മാറ്റം വന്നില്ലെങ്കിൽ നമ്മളും ഇതുപോലെ ഗിലെയാദിൽ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ശരി, ഞാൻ പറയട്ടെ. ഇരുമ്പുലയായ മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ ദൈവം മോശ മുഖാന്തരം കനാൻ നാട്ടിലേക്ക് നടത്തുന്നതായി നമുക്ക് വായിക്കാനായി കഴിയും. പഴയ നിയമങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് വായിക്കാനായിട്ട് കഴിയും, നമുക്കതറിയാം. അപ്പൊ കനാൻ നാട്ടിലേക്ക് നടത്തുന്ന മോശെ പെസഹായും ചോരത്തളിയും ഒക്കെ ആചരിച്ച് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അകമ്പടിയോടുകൂടെ 12 ഗോത്രങ്ങളുമായി, എത്രയാ? 12 ഗോത്രങ്ങളുമായി. കണക്കിൽ എവിടെയെങ്കിലും പിശക് പറ്റിയോ പ്രിയപ്പെട്ട കുടുംബമേ? ഇല്ല, മോശയ്ക്ക് പിശക് പറ്റിയിട്ടില്ല. എന്നാൽ ഇറങ്ങി തിരിച്ച ചിലർക്ക് പിശക് പറ്റി. ഇന്ന് 12 ഉണ്ട്. നമുക്ക് നോക്കാം കനാൻ എത്തുമ്പോ എത്രയുണ്ടെന്ന്. പുറപ്പെട്ട ഇസ്രായേൽ ജനം അന്ന് പുറപ്പെടുമ്പോ, വാഗ്ദത്തം കേൾക്കുമ്പോൾ വളരെ രസകരമായി തോന്നുന്നു. ഈ കൂട്ടത്തിൽ ഒരുത്തനും ബലഹീനനുണ്ടായിരുന്നില്ല, ഒരു രോഗിയും ഉണ്ടായിരുന്നില്ല, ഒരു എഴുന്നേൽക്കാൻ മേലാത്തവനും ഉണ്ടായിരുന്നില്ല, ആരും വീൽ ചെയറിൽ പോയില്ല. എന്നാൽ സംഖ്യാപുസ്തകം 32-ാം അധ്യായം അതിന്റെ 1 മുതൽ 17 വരെ പഠിക്കുമ്പോ ഇതിൽ 2.5 ഗോത്രം ഈ 12-ൽ നിന്നങ്ങ് മാറുകയാണ്. അതാരാന്ന് ചോദിച്ചാൽ രൂബേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതി ഗോത്രവും നേരെ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ്. അവർ മോശയോട് പറഞ്ഞ എന്താണെന്നറിയാവോ? അവർ ഈ ഗിലെയാദ് കണ്ടപ്പോൾ, ഈ ചിലരങ്ങനെയാണ്, ഈ കുറച്ചിളക്കപ്പെരുപ്പം, കുറച്ചാളെണ്ണം കൂടുതൽ, കുറച്ച് പച്ചപ്പ്, ഇച്ചിരിയൊക്കെ സംഭവങ്ങൾ ഉള്ളിടത്തേക്ക് ആകർഷിക്കപ്പെടുന്നത് ഞാൻ വളരെ സഹതാപത്തോടെ ഞാൻ നോക്കി നിൽക്കാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചിലർക്ക് വല്ലാതെ ഡാർക്ക് ഷെയ്ഡാണ് ഇഷ്ടം, ചിലർക്ക് തീരെ ലളിതമാണ് ഇഷ്ടം. മനുഷ്യർക്ക് തെരഞ്ഞെടുപ്പ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ നീ തെരഞ്ഞെടുക്കുന്നത് ശരിയാണോ എന്നുള്ളത് 2 or 3 വട്ടം പരിശോധിക്കുന്നതാണ് ഒരു ശരിയായ ബുദ്ധിയുള്ള മനുഷ്യന്റെ ഉപമയോട് നമുക്ക് ഉപമിക്കാൻ കഴിയുന്ന ഉദാഹരണം. ഹല്ലേലൂയ. മോശയോട് അവർ പറയുകയാണ്, ഇവിടെ മോശയല്ല ഇവിടുത്തെ പ്രധാനം, ഇവിടെ നമ്മൾ തന്നെ ആകട്ടോ പ്രധാനം. ഞാൻ മോശയോട് അവർ പറഞ്ഞു എന്നല്ല, നാം നമ്മോട് തന്നെ ഈ വചനം ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് പറഞ്ഞ് ധ്യാനിച്ച് ഞാൻ എന്നെ തന്നെ ഒന്ന് സീറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും, എന്നെ ഒന്ന് ട്യൂൺ ചെയ്യുന്നത് നന്നായിരിക്കും. ഗ്ലോറി ടു ജീസസ്. ഞാൻ നിങ്ങളോടുകൂടെ ദൈവവചനം ധ്യാനിക്കുന്ന വ്യക്തിയാകട്ടോ, നിങ്ങളോടുകൂടെ ഞാനും രൂപാന്തരപ്പെടുന്ന വ്യക്തിയാകട്ടോ. നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് തരുന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. മോശയോട് പാതി ജനം പറഞ്ഞു,
മോശെ, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള അനുവാദം തരണം. അതെന്താടോ? അയ്യോ, ഇറങ്ങിത്തിരിച്ച് ഇതുവരെ എത്തിയത് തന്നെ ദൈവകൃപയാ. കാരണം നിനക്ക് ഓർമ്മയില്ലേ മോശെ, എത്രത്തോളം അത്ഭുതങ്ങൾ നടത്തിയ യഹോവയായ ദൈവം നമ്മെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. എത്ര കടമ്പകൾ കടന്നു ഇവിടെ വരെ എത്തിയത്. ആയുസ് മിച്ചം പിടിച്ചത് ഭാഗ്യമെന്ന് ഞങ്ങൾ ഓർക്കുക. ഞങ്ങൾ കാണുന്നു കർത്താവ് പറഞ്ഞ പച്ചപ്പ്, കർത്താവ് പറഞ്ഞ സ്ഥലം, കർത്താവ് പറഞ്ഞ സമൃദ്ധി, കർത്താവ് പറഞ്ഞ കർത്താവ് പറഞ്ഞ ഞങ്ങൾ ഇവിടെ നിന്നോളാം. കനാൻ ഇനി ഈ യോർദാൻ അപ്പുറമാണേലും ഞങ്ങൾ ഇവിടെ നിന്നോളാം. കാരണം ഇവിടെ ഞങ്ങളുടെ ഈ ആടുമാടുകൾക്ക് മേയാനുള്ള ഒത്തിരി പച്ചപ്പുള്ളതായി ഞങ്ങൾ കാണുന്നു. കുഞ്ഞേ, കാണുന്നതെല്ലാം ശരിയല്ല, കാണുന്നതെല്ലാം നിങ്ങൾക്കുള്ളതല്ല, കാണുന്നതെല്ലാം എന്റേതല്ല എന്ന സത്യം ഒരു ദൈവപൈതൽ മനസ്സിലാക്കണം. ഒരു ദൈവപൈതൽ അനുഗ്രഹത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, ശാപത്തെക്കുറിച്ച് അറിഞ്ഞുമിരിക്കണം. ഒരു ദൈവപൈതൽ ദൈവത്തെ മാത്രം അറിഞ്ഞാൽ പോരാ, സാത്താനെയും കൂടെ മനസ്സിലാക്കണം. ഒരു ദൈവപൈതൽ ദൈവപ്രവൃത്തി 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 എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞു നടന്നാൽ പോരാ, സാത്താന്റെ പ്രവൃത്തികളും തന്ത്രങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. ദൈവകൃപയാൽ നമ്മുടെ ഈ കൂട്ടായ്മ ഇത് രണ്ടിനെയും കുറിച്ച് ബോധവാന്മാരാക്കുകയും ദൈവപ്രവൃത്തിയെ അധികമായി ഉയർത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാകയാൽ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ പറയുന്ന ഇതാ, ഞങ്ങളെ അക്കരയ്ക്ക് കൊണ്ടുപോകരുത്, ഞങ്ങൾ ഇവിടെ നിന്നോളാം. കാര്യം ഇവിടെ സമൃദ്ധിയുള്ള പട്ടണം, ഇവിടെ നല്ല ആശുപത്രികളുണ്ട്. കാരണം ഗിലെയാദാണല്ലോ, തൈലം ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നല്ല ആശുപത്രികളുണ്ട്, ഇവിടെ നല്ല പ്രസിദ്ധന്മാരായ വൈദ്യന്മാരുണ്ട്. നമ്മളൊരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആരും പോയി കാട്ടിനകം തിരഞ്ഞെടുക്കാറില്ല. നമ്മൾ ഇങ്ങനെ നോക്കും, ഒരു എമർജൻസി വന്നാൽ റീച്ചബിൾ ആയിട്ടുള്ള നല്ല ഹോസ്പിറ്റൽ എവിടെയുണ്ട്, കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞ നിയറസ്റ്റ് സ്കൂൾ, നല്ല സിലബസ് ഉള്ള സ്കൂൾ എവിടെയുണ്ട്, പോസ്റ്റ് ഓഫീസ് എവിടെയുണ്ട്, ഓട്ടോ സ്റ്റാൻഡ്, ടാക്സി സ്റ്റാൻഡ്, അത്യാവശ്യം നല്ല ഒരു ടൗൺ, ഇങ്ങനെയല്ലേ തിരഞ്ഞെടുക്കാറുള്ളൂ. തെറ്റുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇവർ തിരഞ്ഞെടുത്ത തെറ്റുണ്ടോ? തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ മാനുഷികമായി ഞാൻ നിങ്ങളോട് പറയും തെറ്റില്ല. ആത്മീയമായി ഞാൻ പറയും തെറ്റുണ്ട്. കാരണം ഇവർ തെരഞ്ഞെടുക്കുന്നതിന് മുൻപേ ഇവരുടെ തെരഞ്ഞെടുപ്പ് എന്തായിരിക്കണമെന്ന് സർവശക്തനായ ദൈവം ഇവരെ അറിയിച്ചിരുന്നു. ഇവരെ കനാൻ എന്നൊരു വാക്ക് കേൾപ്പിച്ചാണ് വീട്ടിൽ നിന്ന് ഇറക്കിയത്. പക്ഷെ പകുതി കൊണ്ടുവന്നിട്ട് ഇതാണ് കനാൻ, അല്ലെങ്കിൽ കനാനും ഇതുപോലെ ആയിരിക്കും എന്നാ പിന്നെ ഇതെടുക്കുന്നതല്ലേ നല്ലത്. രണ്ട് കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് എന്നതുപോലെ, പക്ഷെ കമ്പനി വേറെയാണ്. മാൻ, ഹല്ലേലൂയ. അതാ തിരിച്ചറിയേണ്ടത്. ദൈവം പറഞ്ഞ കനാനിലേക്ക് വരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ ആടുമാടുകൾക്ക് ജീവിക്കാം, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പ്രസിദ്ധമായ എല്ലാം ഉണ്ട്, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ആരെങ്കിലും ദൈവശബ്ദം കേട്ടിറങ്ങിയിട്ട് വഴിയിൽ സ്റ്റക്കപ്പായതുപോലെ നിന്നുകൊണ്ട് ഈ തിരുവെഴുത്ത് കേൾക്കുന്നെങ്കിൽ, ഈ തിരുവെഴുത്ത് കേൾക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ സെലക്ഷൻ തെറ്റിപ്പോയോ? നിങ്ങൾ ഏറ്റെടുത്തത് തെറ്റിപ്പോയോ? നിങ്ങൾ ആമേൻ പറഞ്ഞത് തെറ്റിപ്പോയോ? നിങ്ങൾ കേട്ട ദൈവശബ്ദം തന്നെ ആയിരുന്നോ? നിങ്ങളോട് ദൈവം വ്യക്തിപരമായി സംസാരിച്ചുവോ? നിങ്ങളോട് ദൈവം ഇടപെട്ടുവോ? നിങ്ങളുടെ ആത്മാവ് ഒന്ന് പറയുകയും നിങ്ങൾ മനുഷ്യൻ പറയുന്നത് കേൾക്കുകയും ചെയ്തൊരു വ്യക്തിയാണോ? വഴിയിൽ കുടുങ്ങിപ്പോകും. ദൈവത്തെ കുറ്റം പറവാൻ നമുക്കാർക്കും അവകാശമില്ല. എന്നാൽ രണ്ടര ഗോത്രത്തിന്റെ ഭിന്നിപ്പ് ബാക്കിയുള്ള ഭൂരിപക്ഷത്തിന് ഒരിക്കലും യാത്രയ്ക്ക് തടസ്സമായില്ല. ജീവിതത്തിൽ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉള്ള സംഖ്യ ആകണമെന്നില്ല. വിശ്വാസത്തിന്റെ നാട്ടിൽ നാം എത്തിച്ചേരുമ്പോൾ ചിലരൊക്കെ വിട്ടുപോകും, ചിലരൊക്കെ മടുക്കും, ചിലരൊക്കെ തളരും, ചിലരൊക്കെ ക്ഷീണിക്കും. പക്ഷെ ദൈവം നിന്നെ വിളിച്ച വിളിയിലേക്ക് എത്തിച്ചേരാൻ ചില ഭിന്നിപ്പുകൾ തടസ്സമാകാൻ പാടില്ല. നമുക്ക് അവർ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാനേ നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ അവരവിടെ താമസം തുടങ്ങി.
ബാക്കിയുള്ള 9.5 ഗോത്രക്കാർ യോർദാൻ അക്കരെയുള്ള കനാനിലേക്ക് പ്രയാണം തുടർന്നു. ഒരു ചോദ്യം ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നത് എന്താണെന്നറിയാവോ? എല്ലാം ഉപേക്ഷിച്ച് കനാൻ നാട്ടിലേക്ക് യാത്രയായ 9.5 ഗോത്രത്തോടൊപ്പമാണോ ദൈവം, അതോ വഴിയിൽ യാത്ര അവസാനിപ്പിച്ച് പച്ചപ്പിന്റെയും പരിമളത്തിന്റെയും ഇടയിൽ കിടക്കുന്ന 2.5 കൂട്ടത്തോടാണോ ദൈവം? മണ്ടന്മാരല്ലേ? ദേ ഇവിടെ പച്ചപ്പുണ്ട്, വീണ്ടും ഇനി ഒരു കനാൻ ഉണ്ടെന്ന് പറഞ്ഞ്, ഇനിയും ഒന്നുണ്ടെന്ന് പറഞ്ഞ്, ഇനി ഇതിനേക്കാൾ ഭയങ്കര നല്ലൊരു സ്ഥലമാ കനാൻ എന്ന് പറഞ്ഞ് അടുത്ത യോർദാൻ കിടക്കാൻ പോവുക. അപ്പൊ ഇവര് ബുദ്ധിമാന്മാരും അവർ ബുദ്ധിശൂന്യരും അല്ലേ? കേട്ടോ, വാഗ്ദത്തം എത്തുന്നതിന് തൊട്ടു മുൻപ് എല്ലാം നന്നായി എന്ന് കാണിക്കുന്ന ഒരു സാത്താന്റെ ട്രിക്കുണ്ട്. അതറിഞ്ഞു പ്രവർത്തിക്കാൻ ദൈവം കൃപ തന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗിലെയാദിലെ നന്മകൾ അനുഭവിക്കാൻ 9.5 ഗോത്രക്കാർക്ക് കഴിഞ്ഞില്ലെങ്കിലും വിളിച്ചവന്റെ വാക്കനുസരിക്കാൻ അവർ തയ്യാറായി, അല്ലെങ്കിൽ അവർക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒത്തിരി നന്മകളൊന്നും കയ്യിലില്ല അല്ലേ? ഇപ്പോഴും ഇതിൽ പറയുന്ന കനാനൊന്നും കൈവശമാക്കിയിട്ടുമില്ല അല്ലേ? ഭക്തിയും പ്രാർത്ഥനയും അല്ലാതെ ഇന്നൊന്നും കൈമുതലായിട്ടില്ല അല്ലേ? നിങ്ങൾ ആ 9.5 കൂട്ടത്തിനകത്താണെന്ന് ഞാൻ പറയും. ഇന്ന് നിങ്ങൾക്ക് എന്നെ ചൂണ്ടിക്കാണിക്കാൻ, അല്ലെങ്കിൽ ലോകത്തെ ചൂണ്ടിക്കാണിക്കാൻ, നിങ്ങൾക്ക് മെസ്റ്റിക് മരവും, നിങ്ങൾക്ക് സുഗന്ധ തൈലവും, നിങ്ങൾക്ക് ഗിലെയാദിലെ തൈലവും ഒന്നും നിങ്ങൾക്കില്ല. എടുത്തു കാണിക്കത്തക്ക ഡോക്ടർമാരും കുടുംബത്തിലില്ല. പക്ഷേ ഇവിടെ കർത്താവിന്റെ വാക്കനുസരിച്ച് 9.5 നിങ്ങളെന്നും ഞാനെന്നും ഞാൻ പറയും. ഗ്ലോറി ടു ജീസസ്. സമൃദ്ധിയുടെ മേച്ചിൽപ്പുറങ്ങളിൽ ആട് വളർത്തൽ തൊഴിലാക്കി 2.5 ഗോത്രക്കാർ അവിടെ താമസം ഉറപ്പിച്ചപ്പോ അനുസരണം കെട്ടവരുടെ മേൽ വരുന്ന ശിക്ഷയുടെ ആഴം മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയും, യേശുക്രിസ്തു മർക്കോസിന്റെ സുവിശേഷത്തിലാണെങ്കിലും, മർത്തായിയുടെ സുവിശേഷത്തിലാണെങ്കിലും, ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെങ്കിലും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കർത്താവ് ഒരു പരസ്യ ശുശ്രൂഷ വേള നടത്തിയ ഒരു സമയം, പരസ്യ ശുശ്രൂഷ നടത്തിയ ഒരു സമയം, അത് ഗദരദേശമായിരുന്നു. ഏതാ ദേശം? ഗദരദേശം. ഈ ഗദരദേശത്ത് ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യനുണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. അവനെ ആർക്കും മെരുക്കിക്കൂടാഞ്ഞു. അവനെ യേശു ചെന്ന് അവനിലെ അശുദ്ധാത്മാവിനെ ശാസിച്ച്, ഈ ശാസിച്ച ഭൂതങ്ങളെ മുഴുവൻ കർത്താവ് ഒരു പന്നിക്കൂട്ടത്തിന്റെ മേലെ അയക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ വചനം. അയ്യോ, പന്നിക്കൂട്ടത്തിന്റെ മേൽ ഈ ദുരാത്മാവിനെ അയച്ചപ്പോ പന്നിക്കൂട്ടങ്ങൾ കടുംതൂക്കത്തോടെ കൂട്ടം കൂട്ടമായി ചെന്ന് വെള്ളത്തിൽ മുങ്ങി ചത്തപ്പോ ഒരു കൂട്ടർ ആ പട്ടണത്തിൽ നിന്ന് എഴുന്നേറ്റു. യേശുവിനോട് പറഞ്ഞ എന്താണെന്നറിയാവോ? പത്രോസ് പറഞ്ഞ, ഞങ്ങൾ നിനക്കൊരു കുടിലുണ്ടാക്കാം, നീ ഇവിടെ പാർക്കണം, ഇവിടെ നീ ഇനിയും പരസ്യ ശുശ്രൂഷ ചെയ്യണം, ജനത്തെ ഞാൻ കൊണ്ടുവരാം. ഇങ്ങനെയൊന്നുമല്ല, ദൈവത്തെ ഓർത്ത് സ്തോത്ര കാഴ്ച തന്നേക്കാം, ഞങ്ങളുടെ അതിര് വിട്ടൊന്ന് പോയി തരാവോ? ഇതാ യേശുവിനോട് പറഞ്ഞു. ദൈവപ്രവൃത്തി കാണാൻ കഴിയുന്നില്ല, പക്ഷെ കയ്യിലുള്ള മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് നഷ്ടപ്പെട്ടപ്പോ ദൈവമഹത്വം കാണാൻ കഴിയുന്നില്ല, ദൈവ ഉദ്ദേശം വായിക്കാൻ കഴിയുന്നില്ല, ഒരുത്തൻ നന്നാകുന്നതിനെ കുറിച്ച് ചിന്തയില്ല. പക്ഷെ കയ്യിലുള്ള മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് നഷ്ടപ്പെട്ടപ്പോ ദൈവമഹത്വവും കാണാനില്ല, ഭക്തിയും കാണാനില്ല, പാട്ടും കാണാനില്ല. ഒന്ന് അതിര് വിട്ട് പോയി തന്നാ മതി, ഒന്ന് വിട്ടാ മതി ഈ കേസ്. എന്തോ ഒരു ആവർത്തനതകൾ ഉള്ളതുപോലെ ഈ വചനം കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടല്ലേ? എന്നാ കേട്ടോളൂ. ഈ ഗിലെയാദ് എന്ന് പറയുന്ന ദേശമാണ് പിന്നീട് ഗദര ദേശമായി മാറിയത് എന്ന ഈ സത്യം നമ്മൾ അറിയാതെ പോകരുത്. രാമോത്ത് ഗിലെയാദ് എന്നും യാബേഷ് ഗിലെയാദ് എന്നും ഇതിനെ തിരിച്ചിരിക്കുന്നു. രാമോത്ത് ഗിലെയാദ് എന്നും യാബേഷ് ഗിലെയാദ് എന്നും ഇതിനെ തിരിച്ചിരിക്കുന്നു. അതിലെ ഒരു സ്ഥലമായിരുന്നു ഗദര. നമ്മൾ ഈ ഗദര എന്ന് പറയുന്നത് ഈ സ്ഥലത്തെയാണ്, ഗിലെയാദിന്റെ ഒരു സ്ഥലമാണ്. പണ്ടുള്ള അപ്പാപ്പന്മാര് ആട് വളർത്താൻ ഞങ്ങൾക്ക് ഇവിടെ കൊള്ളാം,
ഞങ്ങൾക്ക് ഇത് മതി, ഇവിടെ നല്ല പച്ചപ്പുണ്ട്, ഇവിടെ നല്ല സുഗന്ധ തൈലമുണ്ട്, ഇവിടെ നല്ല ഹോസ്പിറ്റൽസ് ഉണ്ട്, വൈദ്യന്മാരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആയുഷ്കാലം ജീവിച്ചിരിക്കാൻ, മരണം കാണുകയേ വേണ്ട എന്നും പറഞ്ഞ് വല്യപ്പച്ചന്മാർ ആട് വളർത്താൻ തിരഞ്ഞെടുത്ത ദേശം കൊച്ചുമക്കൾ പന്നി വളർത്താൻ തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ഈ പന്നികൾ കടുംതൂക്കത്തോടെ പോയി ചത്തപ്പോ എടാ പടയെ പേടിച്ച് പന്തളത്ത് വന്നപ്പോ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞതുപോലെ ഇതിപ്പോ ഇവിടുന്ന് കപ്പല് കയറി വന്നത്, ഞങ്ങൾ ഇവിടെ പന്നികളെയും മേയിച്ചു മര്യാദയ്ക്ക് ഉള്ളത് കുടിച്ചോണ്ടിരിക്കുവായിരുന്നു, ഇയാള് വന്ന് എല്ലാം കൂടെ ഭൂതങ്ങളെ ഇതിനകത്ത് കയറ്റി, ഞങ്ങളുടെ പന്നിയും പോയി ചത്തല്ലോ കർത്താവേ. സഹോദരങ്ങളെ, കയ്യിലുള്ള ചിലത് നഷ്ടപ്പെടുമ്പോ ദൈവസന്നിധിയിൽ പിറുപിറുക്കരുത്. അതിന്റെ പിന്നിൽ ദൈവം എന്തോ ഒന്നിനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചില നഷ്ടങ്ങൾ അനുവദിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. എന്തോ ഒന്നിനെ കണ്ടുകൊണ്ടാണ് ദൈവം അത് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയുക. ഇവിടെ ഒരു മനുഷ്യൻ വർഷങ്ങൾ കൊണ്ട് കല്ലുകൊണ്ട് സ്വന്തം ശരീരം ചതച്ച് അവന്റെ ഭാവി നഷ്ടപ്പെട്ട് അവന്റെ ആയുസ് പോലും വ്യർത്ഥമായിരിക്കുന്ന സമയം യേശുവിന് പന്നികളെക്കാൾ ഏറെ കരുണ തോന്നിയത് ആ മനുഷ്യനോടാണോ? യേശുവിന് പന്നികളെക്കാൾ ഏറെ കരുണ തോന്നിയത് ആ ഒരു മകനോടാ. പക്ഷെ നമുക്ക് മനുഷ്യരെക്കാൾ വില പണത്തോടാണെങ്കിൽ, മനുഷ്യരെക്കാൾ വില വസ്തുവിനോടാണെങ്കിൽ അവിടെ വിലയുണ്ട് ഈ വാക്ക്, മണ്ണിനു വേണ്ടി മനുഷ്യനെ കൊല്ലുന്നവൻ. ഹല്ലേലൂയ. മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് വേണ്ടി ബന്ധങ്ങളെ തകർക്കുന്നവൻ. എന്തു തകർന്നാലും എനിക്ക് മണ്ണ് കിട്ടിയാൽ മതി, ഏത് ബന്ധം പോയാലും എനിക്ക് കിട്ടാനുള്ള പണം കിട്ടിയാൽ മതി. മനുഷ്യന് വില കൊടുക്കാത്തവൻ, എന്നാൽ മൃഗങ്ങൾക്ക് വില കൊടുക്കുന്ന എത്ര ബുദ്ധിശൂന്യൻ. കണ്ടില്ലേ? മുതിർന്നവർ ചെയ്തത് തന്നെ പിൽക്കാലത്ത് ഇളയവരും ചെയ്തു തുടങ്ങി. അന്നവർ ആട് വളർത്താൻ നല്ലതെന്ന് കണ്ടാൽ ഇന്നവിടെ പന്നി വളർത്താൻ നല്ലതെന്ന് കാണുന്നു. ഗിലെയാദിലെ സകല വൈദ്യന്മാരുടെ അടുക്കൽ ആ മകനെ കൊണ്ടുപോയിട്ടും അവിടുത്തെ എല്ലാ തൈലം പൂശിയിട്ടും അവനിലുള്ള അശുദ്ധാത്മാവിനെ ഒന്ന് വിട്ടുമാറ്റാൻ ഗിലെയാദുകാർക്ക് കഴിഞ്ഞില്ല. പക്ഷെ അവസാനം ദൈവം തന്നെ, യഹോവയാകുന്ന ദൈവം തന്നെ അവനെ സൗഖ്യമാക്കുവാൻ അവിടെ ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, യിരെമ്യാവ് പറയുന്നല്ലോ, ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ, അവിടെ വൈദ്യനില്ലയോ, എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നത് എന്തെന്ന്. ഇത് കേവലം ഒരു ശരീരത്തിന്റെ രോഗത്തെക്കുറിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ ശരീരത്തിന്റെ രോഗത്തെ അല്ല ഈ പറയുന്നത്. ആ മോനെ ബാധിച്ചിരുന്നത് ഒരിക്കലും ശരീര സംബന്ധമായ രോഗമല്ല, അവന്റെ ഉള്ളിലായിരുന്നു രോഗം. അതുകൊണ്ട് യിരെമ്യാവ് പറയുന്നു, ഗിലെയാദിൽ തൈലമില്ലയോ, അവിടെ വൈദ്യന്മാരില്ലയോ, എന്നിട്ടും രോഗസൗഖ്യം വരാത്തതെന്ത് എന്ന് ചോദിക്കുമ്പോ പുതുനിയമത്തിൽ വെളിപ്പാട് പ്രാപിച്ച പത്രോസ് തന്റെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാവോ? ഗിലെയാദിലെ തൈലം കൊണ്ട് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നല്ല, പിന്നെയോ എന്റെ യേശുവിന്റെ മേലേറ്റ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ മുറിവിലൂടെ ഒഴുകിയ രക്തത്താൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്റെ യേശുവിന്റെ നാമത്താൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിലും രോഗം നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ, ശാപങ്ങൾ നിങ്ങളെ പിന്തുടരുന്നുണ്ടെങ്കിൽ, സാത്താന്റെ തന്ത്രം നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, ഉജ്ജ്വല ജാതികൾ നിനക്കെതിരായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട കുഞ്ഞെ, ഒരു ഗിലെയാദിലെ തൈലത്തെയുമല്ല ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, എന്റെ യേശുവിനെയാണ്. ഒരു തൈലത്തെയും ഒരു മണമുള്ള സുഗന്ധ തൈലത്തെയും വൈദ്യന്മാരെയും മനുഷ്യരെയുമല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്ന, എന്നെ തെരഞ്ഞെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? കർത്താവ് എന്നെ സ്പർശിക്കാൻ പോകുന്ന സമയമാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ പ്രിയപ്പെട്ടവരെ? എൻ്റെ യേശു എന്നെ സ്പർശിക്കാൻ പോകുന്ന സമയമാണ്. എൻ്റെ യേശു എന്നെ സ്പർശിക്കാൻ പോകുന്ന സമയമാണ്. അവൻ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. വിശ്വാസമുണ്ടോ? ഗിലെയാദിലെ തൈലത്തിൽ
അല്ലെങ്കിൽ ഗിലെയാദ് പോലെ എന്തെങ്കിലുമൊക്കെ പച്ചപ്പിൽ നിങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ സമയമുണ്ട്. ഗിലെയാദിലെ തൈലത്തെക്കാൾ എൻ്റെ യേശുവിൻ്റെ രക്തത്തിന് നിന്റെ ബാഹ്യമായ മുറിവുകളും ആന്തരികമായ മുറിവുകളും പൊറുപ്പിക്കാൻ കഴിയും. സൗഖ്യം ഒരു മനുഷ്യന് ആവശ്യം ആന്തരികമായിട്ടാണ്. സ്വസ്ഥത ഒരു മനുഷ്യന് ആവശ്യം മനസ്സിനാണ്. സുഖം ഒരു മനുഷ്യന് ആവശ്യം ഉള്ളത്തിലാണ്. ആശ്വാസം ഒരു മനുഷ്യന് ആവശ്യം പ്രവൃത്തിയിലാണ്. ഇന്ന് രാത്രിയിൽ ഗിലെയാദിലെ തൈലത്തിലേക്കാണോ യേശുവിന്റെ രക്തത്തിലേക്കാണോ നിന്റെ നോട്ടം? നിന്റെ കുടുംബം തന്നെ രക്ഷപ്പെടും യേശുവിന്റെ രക്തം വീണാൽ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ രോഗങ്ങൾക്ക് പൊറുതി വരും എൻ്റെ യേശുവിന്റെ രക്തം വീണാൽ. ഹുഡമനഗഡഗശംധുനി അധുരരഗദലരഗജാല അധുരാരികൽക്കമനഗഡഗശംധുനി ഓരിഗദഗഡഗശംധുനി അധുരേ മൃഗദഗഡഗരഗദാരഗഡഗ അത്ഭുത മൃഗദഗഡഗശംദൽ ഖമനി. ഒന്ന് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചേ കുഞ്ഞെ. എൻ്റെ യേശുവേ എന്നൊന്ന് വിളിച്ചേ. എൻ്റെ യേശുവേ എന്നൊന്ന് വിളിച്ചേ. എൻ്റെ യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഓ ജീസസ്, ഈ പ്രഭാതത്തിൽ എൻ്റെ യേശുവിൻ്റെ രക്തം നിന്റെ അരികിലേക്ക് വരുന്നു. എൻ്റെ യേശുവിൻ്റെ കരം നിന്നെ തൊടാൻ പോകുകയാണ്. എൻ്റെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു കുഞ്ഞെ. എൻ്റെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നല്ല കർത്താവേ, ഈ ജനത്തെ ഞാൻ തൃക്കൈയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരിന്ന് ആ സത്യം അറിഞ്ഞല്ലോ ദൈവമേ. ഇവരിൽ ആരെങ്കിലും ഗിലെയാദിന്റെ പച്ചപ്പിൽ എന്നതുപോലെ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഇമ്പങ്ങളിൽ മുഴുകിയിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ രാജ്യത്തെക്കാളും ഇവർ മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് ഓടാൻ വേണ്ടി ഇവർ വെമ്പൽ കൊള്ളുന്നെങ്കിൽ, ഇന്ന് പകലിൽ ഇവരെ കർത്താവ് ശേഖരിക്കണമേ. ഇതിൽ രോഗികളായിട്ടുള്ളവർ ഇപ്പോൾ സൗഖ്യമായി തുടങ്ങുകയാണ്. മനസ്സ് തകർന്ന് കണ്ണുനീരോടെ ഈ വചനം കേൾക്കുന്ന ചിലരെ എൻ്റെ യേശു കണ്ണുനീർ തുടയ്ക്കുകയാണ്. പ്രതീക്ഷകൾ അസ്തമിച്ച് കൂടെ ചേർക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ചിലരെ എൻ്റെ യേശു ആശ്വസിപ്പിക്കുകയാണ്. ആ യേശുവിനെ ഒന്ന് കണ്ടേ. നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ച യേശുവിന്റെ അസുന്ദരമായ മുഖമൊന്ന് കണ്ടേ. നിന്നിൽ നിന്ന് എന്ത് കിട്ടും, എന്ത് കിട്ടും, എന്ത് കിട്ടും നോക്കുന്നൊരു ദൈവമല്ല. നിന്നെ കൂടെ കൂടിയാൽ എന്ത് ലാഭം, എന്ത് ലാഭം, എന്ത് ലാഭം നോക്കുന്നൊരു ദൈവമല്ല. നിന്റെ നേരുള്ള മനസ്സ് മാത്രം ആഗ്രഹിക്കുന്ന, നേരുള്ള മനസ്സ് മാത്രം ആഗ്രഹിക്കുന്ന യേശുവിനെ ഈ പ്രഭാതത്തിൽ ഒന്ന് കണ്ടേ. അവനെ ആദ്യം കാണേണ്ടത് പ്രഭാതത്തിൽ. അതാ ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. എൻ്റെ യേശുവിനെ കാണട്ടെ. In the name of Jesus. Oh, Rimana Masiye. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താ കണ്ണുനീർ തുടയ്ക്കും. കാത്തു പാലിച്ചിടും നിത്യവും. കർത്തൻ തൻ കരത്താ കണ്ണുനീർ തുടയ്ക്കും. കാത്തു പാലിക്കുമെന്നെ നിത്യം. ഓ ആരാധന, ആരാധന,
ആരാധന, ആരാധന, യേശുവിന് ആരാധന, 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 ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ഗിലെയാദിലെ തൈലമല്ല, ഈ പ്രഭാതത്തിൽ യേശുവിന്റെ രക്തമാണ് എനിക്ക് രക്ഷ തന്നത്. ഗിലെയാദിലെ വൈദ്യന്മാരല്ല, എന്റെ യേശുവാണ് എനിക്ക് വേണ്ടി അറുക്കപ്പെട്ടത്. ഗിലെയാദിലെ വൈദ്യന്മാരല്ല, ഗിലെയാദിലെ തൈലത്താലുമല്ല, എന്റെ യേശുവിനാലാണ് എനിക്കൊരു നിത്യത ഉറപ്പായിരിക്കുന്നത്. ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. 2.5 ഗോത്രക്കാർ മാറി നിന്നത് 9.5 ഗോത്രക്കാരുടെ യാത്രയ്ക്ക് തടസ്സമാകാത്തതുപോലെ ജീവിതത്തിൽ വിഘടിച്ചു നിൽക്കുന്നവരെ അല്ല, ചേർന്ന് നിൽക്കുന്നവരെ ഓർത്ത് നിങ്ങൾ മുമ്പോട്ട് യാത്ര തുടരുക. ചേർന്ന് നിൽക്കുന്നൊരു കർത്താവുണ്ട്, അവനായി നമുക്ക് ജീവിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം പുതിയ ഒരു സന്ദേശവുമായി കാണുന്നത് വരെ കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. മറ്റുള്ളവർക്കും ഈ സന്ദേശം ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഈ മിനിസ്ട്രിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു.